ഹലോ ബഡീസ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ക്രാഫ്റ്റ് ആർട്ട് ബഡി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേയേർഡ് ആനിമേഷൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. പേര് കേട്ടൊന്നും പേടിക്കേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും പേർപ്പസും പിന്നെ നമ്മൾ വരക്കാനും കട്ട് ചെയ്യാനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം നമുക്ക് മതി. ഓക്കെ, അപ്പം നമ്മുടെ ബ്ലാക്ക് പേപ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഒരു റെക്ടാങ്കിൾ ബോക്സ് വരക്കണം. ആ ബോക്സിൻ്റെ അകത്ത് ഈക്വൽ സ്പേസിംഗ് ഉള്ള ലൈൻസ് വരച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോക്സ് നമ്മൾ വരച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് വെർട്ടിക്കൽ ലൈൻസ് ഇടണം. വെർട്ടിക്കൽ ലൈൻസ് ഇടുന്നത് നമുക്ക് 0.3യും 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഈക്വലായിട്ട് ഈ ബോക്സിൻ്റെ എൻഡ് വരെ ഇട്ട് പോകാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 0.5 ഗ്യാപ്പിൽ തന്നെ ഫുള്ളായിട്ട് ഇട്ട് പോകാം. അപ്പം ആനിമേഷൻ്റെ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 0.5യും 0.3യും വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട്സ് മൊത്തം ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ഡോട്ട്സും ഈ ലൈൻസ് വരച്ചിട്ട് നമുക്ക് ലൈൻസിൻ്റെ പുറത്തൂടെ കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡോട്ട്സിൽ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. ഇപ്പം കട്ട് ചെയ്യാൻ നേരം എന്തെങ്കിലും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ താഴെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ലൈൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നര വിട്ടുള്ള സ്ട്രിപ്സ് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ കേസിൽ നമ്മൾ 0.5യും 0.3യും വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 0.3 ആയിട്ടുള്ള എല്ലാ സ്ട്രിപ്സും നമുക്ക് കട്ട് ചെയ്ത് വെച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈപ്സ് ഒന്നര വിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേറ്റ് ഉള്ള ഡ്രോയിങ് നമ്മുടെ വൈറ്റ് പേപ്പറിൽ വരക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വരച്ചേക്കുന്നത് ഒരു ഹമ്മിങ് ബേർഡിനെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹമ്മിങ് ബേർഡിൻ്റെ 2 പൊസിഷൻസാണ് വരച്ചേക്കുന്നത്. ഒരെണ്ണം ചിറക് മേലോട്ടുള്ള പൊസിഷനും ഒരെണ്ണം ചിറക് മടക്കിയിട്ടുള്ള പൊസിഷനാണ് വരച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വാലിന് 2 പൊസിഷൻസും കൂടെ വരച്ചിട്ടുണ്ട്. ഒരെണ്ണം ചിറക് മേലോട്ടുള്ളപ്പോൾ ഉള്ള പൊസിഷനും ഒരെണ്ണം ചിറക് മടക്കിയിട്ടുള്ളപ്പോൾ ഉള്ള പൊസിഷനുമാണ് നമ്മൾ വരച്ചേക്കുന്നത്. എന്നിട്ട് ഈ 2 പൊസിഷൻസ് തമ്മിൽ സ്വിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആനിമേഷൻ്റെ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഒബ്ജക്റ്റാണോ ആനിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ 2 പൊസിഷൻസ് ആയിരിക്കും നമുക്ക് വരക്കേണ്ടത്. എന്നിട്ട് ആ പൊസിഷൻസ് ആയിരിക്കും നമ്മൾ സ്വിച്ച് ചെയ്തിട്ട് ആനിമേഷൻ എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്ലാക്ക് ഷീറ്റ് അത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമ്മൾ വരച്ചിരിക്കുന്ന ഡ്രോയിങ്സ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ബ്ലാക്ക് ഷീറ്റ് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക, മീൻസ് ഈ ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഹമ്മിങ് ബേർഡിൻ്റെ ഒരു പൊസിഷനാണ് ഇപ്പോൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ട് ചിറക് വന്നിട്ടുള്ള ഈ പോർഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പോർഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ട്രൈപ്സിൻ്റെ ഇടയിൽ കൂടെ വിസിബിളായിട്ടുള്ള ഏരിയാസ്, അതായത് നമ്മളിപ്പോൾ ചിറക് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം, അതിൻ്റെ ഇടയിൽ വിസിബിളായിട്ടുള്ള, അതായത് ഈ പോർഷൻസൊക്കെ നമുക്ക് പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ബ്ലാക്ക് പേപ്പർ മാറ്റിയിട്ട് അവിടെ നിന്ന് പോയി നമുക്ക് ഫിനിഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് സ്കെച്ച് വെച്ച് ഡയറക്റ്റ് ഈ പോർഷൻസ്, അതായത് വിസിബിളായിട്ടുള്ള ഈ പോർഷൻസ് എല്ലാം നമുക്ക് സ്കെച്ച് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമ്മൾ സ്കെച്ച് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് അതൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചിറക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെയിലും, അതായത് ഹമ്മിങ് ബേർഡിൻ്റെ ടെയിലും കൂടെ നമുക്ക് വിസിബിളായിട്ടുള്ള പാർട്ട് മാത്രം കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഹമ്മിങ് ബേർഡിൻ്റെ ഒരു പൊസിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ താഴോട്ട് വന്നിരിക്കുന്ന ചിറകും അതിൻ്റെ ടെയിലുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ പൊസിഷൻ, അതായത് മേലോട്ട് പോയിരിക്കുന്ന ചിറകും അതിൻ്റെ ടെയിലുമാണ് നമുക്ക് ചെയ്യാനുള്ളത്.
അപ്പോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഷീറ്റ് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കുക. ആണോ, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന പോർഷൻ ഹൈഡ് ആയിരിക്കുകയാണ്, അതായത് നമ്മുടെ ഈ ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ പുറകിലോട്ട് അത് കയറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഡ്രോയിങ് ഒട്ടും വിസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, ഏത് പൊസിഷനിലാണോ പെർഫെക്റ്റായിട്ട് എല്ലാം ഹൈഡ് ആവുന്നത് ആ പൊസിഷൻ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ രണ്ടാമത്തെ പൊസിഷൻ നമ്മൾ വരക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിലും നമുക്ക് വിസിബിളായിട്ടുള്ള, അതായത് നമ്മുടെ ഈ ചിറക് ഈ സ്ട്രൈപ്സിൻ്റെ ഇടയിൽ കൂടെ എവിടെയൊക്കെയാണോ വിസിബിൾ അവിടെ മൊത്തം നമ്മൾ പിന്നെയും ഷെയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹമ്മിങ് ബേർഡിൻ്റെ രണ്ടാമത്തെ പൊസിഷൻ, അത് ചിറക് മേലോട്ടുള്ള പൊസിഷനും അതിൻ്റെ ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് സ്വിച്ചിങ് എങ്ങനെ നടക്കുന്നത് എന്ന് കാണിച്ചു തരാം. നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴേക്കും മറ്റേ പൊസിഷൻ ഹൈഡായിട്ട് നമ്മൾ ആദ്യമേ വരച്ചിരുന്ന പൊസിഷൻ വിസിബിളാവും. പിന്നെ സ്ലൈഡ് ചെയ്യുമ്പോഴേക്കും ഇത് ഹൈഡായിട്ട് നമ്മുടെ രണ്ടാമത്തെ പൊസിഷൻ വിസിബിളാവും. അപ്പം ഇത് നമ്മൾ ചെറിയൊരു സ്ലൈഡിങ് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് നമ്മൾ ആനിമേഷൻ സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആനിമേറ്റ് ചെയ്യാനുള്ള 2 പൊസിഷൻസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ചെറുക് മേലോട്ട് വെച്ചതും ചെറുക് താഴോട്ട് വെച്ചതും. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന പൊസിഷനുണ്ട്, അതായത് ഹമ്മിങ് ബേർഡിൻ്റെ ഹെഡ് തൊട്ട് ടെയിൽ വരെയുള്ള പാർട്ട്. ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവം ഒന്ന് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഷീറ്റ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഈ 2 പോർഷൻസിലാണ് നമുക്ക് ആനിമേഷൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്ലാക്ക് സ്ട്രിപ്സിൻ്റെ അടുത്ത് വിസിബിളായിട്ടുള്ള പാർട്ട് മാത്രം വെച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നത്, അതായത് ഇതിൻ്റെ ഹെഡ് തൊട്ട് ടെയിൽ വരെയുള്ള ഈ പാർട്ട് വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ ഹമ്മിങ് ബേർഡിൻ്റെ മൂവ് ചെയ്യാത്ത കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്ന പാർട്ട് കൂടി നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഷെയ്ഡിങ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആവശ്യമായിട്ടുള്ള ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ബ്ലാക്ക് ഷീറ്റ് നമ്മൾ ഈ ഡ്രോയിങ് കൂടെ മിക്സ് ചെയ്തിട്ട് എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആനിമേഷൻ. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അപ്പം നിങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ ഇൻസ്റ്റയിലോ എഫ്ബിയിലോ അയച്ചു തരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത്